അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഞാന് അടിക്കില്ല സാറേ, അടിക്കില്ല സാറേ, ഞാൻ പറയട്ടെ സാറേ, സാർ പറയട്ടെ സാറേ, വിട് സാറേ, സാർ എന്നെ ഒന്ന് ചെയ്യണം സാറേ, സാറേ സാറേ വിട് സാറേ, സാറേ ഞാൻ പറയട്ടെ സാറേ. ആരേവൻ? കള്ളൻ. കള്ളനോ? ഇവന്റെ ബാഗായത്. ഞാൻ കാണുമ്പോ ഇവൻ ഈ ബാഗിൽ ഡ്രസ്സൊക്കെ മാറി നിറക്കായിരുന്നു. നീ കക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. ഈ ഗാർമെന്റ്സിന്റെ ഓളിനോളും ഞാനാ. ഇവിടെ മോഷണം നടത്തുന്നവർക്കെല്ലാം, അത് ഇവിടുത്തെ ജോലിക്കാരായാലും പുറത്തുനിന്ന് വന്ന പെരുങ്കള്ളനായാലും ശിക്ഷ ഒന്നാ. നീ ഇതിനകത്തുനിന്ന് 2 കാലില് തിരിച്ചു പോവില്ല. രഘു പട്ടാപ്പകല് ഇത്രയും ജോലിക്കാരും ഓഫീസ് സ്റ്റാഫും ഞാനും എല്ലാവരും ഇവിടെ ഉള്ളപ്പോ ഇവനിവിടെ മോഷ്ടിക്കാൻ കയറിയെങ്കിൽ ഉറപ്പാ ഇവിടെ ആരോ ഇവനെ സഹായിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരോ ഇവന് മോഷ്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അവനെയും എന്റെ കൈ കിട്ടണം. പറയടാ, ഇവിടെ ആരാ നിന്നെ സഹായിക്കുന്നേ? പറയാനല്ലേ പറഞ്ഞേ? പറയടാ. ഇവനൊരക്ഷരം മിണ്ടുന്നില്ലല്ലോ സാറേ. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ ഇവനല്ല ഇവന്റെ മറ്റവൻ വരെ വാതുറക്കും. സത്യം പറടാ, സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ എത്തി ഞാൻ തീർക്കും. പറടാ, ആരാ നിനക്ക് മോഷ്ടിക്കാനുള്ള സഹായം ചെയ്തു തന്നെ? പറടാ, പറയടാ. വേണ്ട സാറേ, ഞാൻ പറയാം. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പാർവതിയ. പാർവതിയോ? നീ ആരെ പൊട്ടനാക്കാൻ നോക്കുന്നേ? പാർവതിയുടെ ജോലിക്ക് വന്നിട്ടേ 1 മാസമായിട്ടുള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഹോസ്റ്റലിൽ ഇവളുടെ കൂടെ താമസിക്കുന്നവരെ അല്ലാതെ ഈ ടൗണിൽ വേറെ ആരെയും പാർവതിക്ക് പരിചയമില്ല. ഒരു പാവത്തിന്റെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ആരെ രക്ഷിക്കാനാ നീ പാർവതിയെ കുറ്റക്കാരിയാക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ സാർ. ഫുട്പാത്തിൽ തുണിത്തരങ്ങൾ വിൽക്കുന്നതാ എന്റെ ജോലി. പാർവതി എന്നെ കാണാൻ വരികയായിരുന്നു. നല്ല വില കൂടിയ തുണിത്തരങ്ങൾ ഞാൻ സംഘടിപ്പിച്ചു തരാം, വിറ്റ് കിട്ടുന്നതിൽ പകുതി എനിക്ക് തന്നാ മതിയെന്നും പറഞ്ഞു. ഇതിനു മുമ്പും പാർവതിയുടെ സഹായത്തോടെ ഇവിടെ വന്ന തുണിത്തരങ്ങൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പാർവതിയുടെ സഹായത്തോടെയാണല്ലോ നീ ഡ്രസ്സൊക്കെ മോഷ്ടിച്ചത്? അതെ സാർ. ഇവരിൽ ആരാ പാർവതി?